നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദേവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 സ്വധർമ്മം അനുഷ്ഠിക്കാനും ആത്മവികാസം നേടാനും പരോപകാരത്തിന് പ്രയോജനകരമാകാനുമൊക്കെ വേണ്ടി ക്ലേശങ്ങൾ സഹിക്കാൻ തയ്യാറാകുന്നവനെ യഥാർത്ഥത്തിൽ മനുഷ്യനെന്ന പേരിന് അർഹനാകൂ. മനുഷ്യൻ്റെ നേട്ടങ്ങൾക്കെല്ലാം പിന്നിൽ മനഃപൂർവമായ ക്ലേശസഹനം കാണാം. നമ്മുടെ ആർഷവാങ്മയത്തിൽ തപസ്സിൻ്റെ മഹത്വം അടിവരയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തപസ് എന്നാൽ ജഡാവൽക്കലധാരിയായി വനവാസം ചെയ്യൽ എന്നല്ല അർത്ഥം. എന്താണ് തപസ് എന്ന് ഭഗവത്ഗീത 17-ാം അധ്യായത്തിലെ 14, 15, 16 ശ്ലോകങ്ങളിൽ വ്യക്തമാക്കിയിരിക്കുന്നു. ദേവന്മാർ, വേദജ്ഞർ, ഗുരുക്കന്മാർ, ജ്ഞാനികൾ തുടങ്ങിയവരെ പൂജിക്കൽ, ശുചിത്വം, ആർജവം, ബ്രഹ്മചര്യം, അഹിംസ എന്നിവയാണ് ശാരീരിക തപസ്. സത്യവും പ്രിയവും ഹിതവുമായ വാക്കുകൾ മാത്രം പറയൽ, ആധ്യാത്മിക ഗ്രന്ഥപാരായണം ഇവയാണ് വാചിക തപസ്. മനപ്രസാദം, സൗമ്യത, മനനം, ആത്മനിയന്ത്രണം, ഭാവശുദ്ധി എന്നിവയാണ് മാനസിക തപസ്. മനുഷ്യത്വത്തിൻ്റെ അനിവാര്യ ഘടകമാണ് ഈ പറഞ്ഞതെല്ലാം. തുടർന്ന് നമുക്ക് ശ്രീ കാവാലം ശ്രീകുമാർ ഭജഗോവിന്ദം ആലപിക്കുന്നത് കേൾക്കാം. ഗേയം ഗീതാനാമ സഹസ്രം ധ്യേയം ശ്രീപതിരൂപം അജശ്രം. ഗേയം ഗീതാനാമ സഹസ്രം ധ്യേയം ശ്രീപതിരൂപമജശ്രം. നേയം സജ്ജനസംഗേ ചിത്തം നേയം സജ്ജനസംഗേ ചിത്തം ദേയം ദീനജനായ ച വിത്തം ദേയം ദീനജനായ ച വിത്തം. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. അടുത്തതായി ശങ്കര സ്തോത്രാമൃതം. ഗീതയും സഹസ്രനാമവും ദിവസവും പാരായണം ചെയ്യപ്പെടേണ്ടതാകുന്നു. എല്ലായ്പ്പോഴും ദേവതാഭാവരൂപം ധ്യാനിക്കപ്പെടേണ്ടതാകുന്നു. സജ്ജന സംഘത്തിലേക്ക് മനസ്സ് നയിക്കപ്പെടേണ്ടതാകുന്നു. ദീനജനത്തിനായി ധനം ദാനം ചെയ്യപ്പെടേണ്ടതാകുന്നു. യജ്ഞദാന തപസ്സുകളാകുന്ന സത്കർമ്മങ്ങൾ ഒരു തരത്തിലും ഒഴിവാക്കരുതെന്ന് ഉപദേശിക്കുന്ന മോഹമുദ്ഗരം അഥവാ ഭജഗോവിന്ദം 2-ാം ഭാഗത്തിലെ 14-ാം ശ്ലോകമാണ് ഇന്ന് ശങ്കര സ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി വിവരിക്കുന്നത്. മോഹമുദ്ഗരത്തിൽ
രണ്ടാം ഭാഗത്തിൽ 13-ാം ശ്ലോകം ശ്രദ്ധിച്ചു. ഞാനാര്, നീ ആര്, എവിടുന്ന് വന്നു, എൻ്റെ അമ്മയാര്, എൻ്റെ അച്ഛനാര്, ഇപ്രകാരമൊക്കെ ചിന്തിക്കൂ. സർവം വിശ്വം അസാരം സ്വപ്നവിചാരം ത്യക്വാ പരിഭാവയ എന്ന് പറഞ്ഞു. ഈ വിശ്വം സ്വപ്നവിചാരമാണ്. സ്വപ്നദശയിൽ അനുഭവിക്കുന്നത് സത്യമാണെന്ന് തന്നെയേ നമുക്ക് തോന്നുന്നുള്ളൂ. സ്വപ്നം അനുഭവിക്കുന്ന സമയത്ത് സ്വപ്നം പരമാർത്ഥമാണ്. അതിൽ നമ്മൾ സുഖിക്കുന്നുണ്ട്, ദുഃഖിക്കുന്നുണ്ട്. പക്ഷേ സ്വപ്നദശ കഴിഞ്ഞാൽ അത് കേവലം മിഥ്യാകൽപിതമായിരുന്നു എന്ന് മനസ്സിലാവും. ഇതുപോലെ സ്വപ്നവിചാരം ആയ സംസാരത്തെ ഉപേക്ഷിച്ച് ത്യക്വാ പരിഭാവയ എന്ന് പറഞ്ഞു. ഇവിടെ ത്യക്വാ പരിഭാവയ എന്ന് പറയുന്നതിന് വിശേഷ അർത്ഥമുണ്ട്. ഒരു വനത്തിൻ്റെ വൈപുല്യം മനസ്സിലാവണമെങ്കിൽ ആ വനത്തിൽ നിന്ന് പുറത്തു പോയിട്ട് വേണം അതിനെ നോക്കേണ്ടത്. അതിനുള്ളിൽപ്പെട്ട് ചിന്തിക്കുന്ന സമയത്ത് ഒരിക്കലും അതിൻ്റെ ശരിയായ ഭാവത്തെ വ്യക്തിബാഹ്യമായി മനസ്സിലാക്കാൻ നമുക്ക് കഴിയില്ല. ഒരു പ്രശ്നത്തെ അപഗ്രഥിക്കണമെങ്കിൽ ആ പ്രശ്നത്തിൻ്റെ പങ്കാളിയായിട്ടിരിക്കരുത്. അപ്പോൾ എപ്പോഴും നമ്മൾ വ്യക്തിനിഷ്ഠമായിട്ട് മാത്രമേ ചിന്തിക്കൂ. ആ പ്രശ്നത്തിൽ നിന്ന് മാറി ചിന്തിക്കുമ്പോഴേ, മാറി നിന്ന് നോക്കുമ്പോൾ മാത്രമേ അതിനെ നമുക്ക് അപഗ്രഥിക്കാനും പരിഹരിക്കാനും കഴിയൂ. ഇതുപോലെ ഈ സംസാരത്തിൽ അന്തർഭവിച്ചുകൊണ്ട് അതിൻ്റെ ഭാഗമായി നിൽക്കുമ്പോൾ അതിന് നിസ്സാരത മനസ്സിലാക്കാൻ കഴിയില്ല. ഒന്ന് മാറി നിന്നാലേ ഇത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് ത്യക്വാ പരിഭാവയ, ത്യജിച്ച് നീ വിചാരം ചെയ്യൂ എന്ന് പറഞ്ഞത്. അങ്ങനെ ത്യജിച്ചു. ഇനി എന്ത് ചെയ്യണം? ജീവിതം എങ്ങനെ മുന്നോട്ട് നയിക്കണം? ഇവിടെ ജീവിതത്തിൽ പാലിക്കേണ്ടുന്ന ചില കർത്തവ്യങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് അടുത്ത ശ്ലോകം. ഗേയം ഗീതാ നാമസഹസ്രം ധ്യേയം ശ്രീപതിരൂപമജസ്രം നേയം സജ്ജനസംഘേ ചിത്തം ദേയം ദീനജനായ ച വിത്തം. ഗേയം ഗീതാ നാമസഹസ്രം ധ്യേയം ശ്രീപതിരൂപമജസ്രം നേയം സജ്ജനസംഘേ ചിത്തം ദേയം ദീനജനായ ച വിത്തം. 4 കർത്തവ്യങ്ങളെ ഉപദേശിക്കുകയാണ്. ഗേയം ഗീതാ നാമസഹസ്രം ധ്യേയം ശ്രീപതിരൂപമജസ്രം നേയം സജ്ജനസംഘേ ചിത്തം ദേയം ദീനജനായ വിത്തം. ആദ്യം പറയുന്നത് ഗേയം ഗീതാ നാമസഹസ്രം. ഗേയം പാടപ്പെടേണ്ടതാകുന്നു, കീർത്തിക്കപ്പെടേണ്ടതാകുന്നു. എന്ത്? ഗീതാനാമസഹസ്രം, ഗീതയും സഹസ്രനാമവും. ഗീത എന്ന് പറയുമ്പോൾ നമ്മുടെ ഇതിഹാസ പുരാണ വാങ്മയത്തിൽ 100 കണക്കിന് ഗീതകളുണ്ട്. എത്ര ഗീത എന്ന് പറയാൻ വയ്യ, 100 കണക്കിന് ഗീതകളുണ്ട്. ഭഗവത്ഗീത, രാമഗീത, അനുഗീത, മംഗീഗീത, ഉദ്ധവഗീത, അവധൂതഗീത, അഷ്ടാവക്രഗീത, ഗണേശഗീത, ശ്രുതിഗീത, അങ്ങനെ പോകും. അനേക ഗീതകളുണ്ട്. എങ്കിൽ തന്നെയും ഗീത എന്ന് മാത്രം പറയുന്ന സമയത്ത് നമ്മുടെ എല്ലാം ഉള്ളിൽ വരുന്നത് സമസ്ത വേദാർത്ഥ സാരസംഗ്രഹഭൂതം എന്ന് ഭഗവാൻ ഭാഷ്യകാരൻ ശ്രീമദാദി ശങ്കരാചാര്യ ഭഗവത്പാദ സ്വാമികൾ പറയുന്നതായ ഭഗവത്ഗീതയാണ്. ഇപ്പോൾ ഗീത എന്ന് മാത്രം പറയുമ്പോൾ പെട്ടെന്ന് ഭഗവത്ഗീതയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഗീതകൾ മറ്റനേകമുണ്ടെങ്കിലും ശ്രീകൃഷ്ണൻ അർജുനന് ഉപദേശിച്ച ഭഗവത്ഗീതയ്ക്ക് ശേഷം അനുഗീത ഉപദേശിച്ചിട്ടുണ്ട്. 18 അധ്യായത്തിലാണ് ഭഗവത്ഗീത എങ്കിൽ 36 അധ്യായത്തിൽ അനുഗീത ഉപദേശിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അതിസൂക്ഷ്മ തത്വങ്ങളെ ഭഗവാൻ തന്നെ ഉദ്ധവന് ഉപദേശിച്ചിട്ടുണ്ട്, ഉദ്ധവഗീത. ഇതൊക്കെ ഉണ്ടെങ്കിലും സമസ്ത വേദാർത്ഥസാരമായിട്ട് നമ്മൾ ഭഗവത്ഗീതയാണ് മാനിക്കുന്നത്. മാത്രമല്ല ഭഗവാൻ ഭാഷ്യകാരൻ ഭാഷ്യ രചന ചെയ്തിട്ടുള്ളതും ഗീതയ്ക്കാണ്.
അതുകൊണ്ട് ഭാഷ്യകാരൻ ഗീത എന്ന് പറയുമ്പോൾ നമുക്ക് ഭഗവത്ഗീത നിസ്സംശയം മനസ്സിലാക്കാം. ഇതുപോലെ തന്നെയാണ് സഹസ്രനാമങ്ങൾ. നമ്മുടെ അതിവിശാലമായ ഇതിഹാസ, പുരാണ, തന്ത്രശാസ്ത്ര മേഖലകളിൽ ധാരാളം സഹസ്രനാമങ്ങളുണ്ട്. തന്ത്രശാസ്ത്രത്തിൽ സഹസ്രനാമങ്ങളുണ്ട്, പുരാണത്തിൽ സഹസ്രനാമങ്ങളുണ്ട്, മഹാഭാരത ഇതിഹാസത്തിൽ സഹസ്രനാമങ്ങളുണ്ട്. എത്ര സഹസ്രനാമങ്ങളാണ്! വിഷ്ണു സഹസ്രനാമം, ലളിതാ സഹസ്രനാമം, ശിവസഹസ്രനാമം. ശിവസഹസ്രനാമം തന്നെ പല പ്രകാരമുണ്ട്, വിഷ്ണു സഹസ്രനാമം പല പ്രകാരമുണ്ട്, ദേവീ സഹസ്രനാമങ്ങൾ നിരവധിയുണ്ട്. പിന്നെ വ്യത്യസ്ത ദേവതകൾക്കുള്ള സഹസ്രനാമങ്ങളുണ്ട്. അപ്പം അനേക സഹസ്രനാമങ്ങളുണ്ട്. ഏതുമാവാം, എല്ലാത്തിനെയും നമ്മൾ ആദരിക്കുന്നു. എല്ലാ സഹസ്രനാമങ്ങളും ഉത്കൃഷ്ടങ്ങളാണ്. ലളിതാ സഹസ്രനാമം, ശിവസഹസ്രനാമം ഒക്കെ അത്യുത്കൃഷ്ടങ്ങളാണ്. എങ്കിൽ തന്നെയും ശങ്കരാചാര്യസ്വാമികൾ ഭാഷ്യം രചിച്ചിട്ടുള്ളത് വിഷ്ണു സഹസ്രനാമത്തിനാണ്. അതുകൊണ്ട് ഇവിടെ വിഷ്ണു സഹസ്രനാമം എന്ന അർത്ഥം എടുക്കാം, അതിന് വിരോധമില്ല. ഇനി ഒരു സഹസ്രനാമം ശ്രദ്ധിച്ചാൽ എല്ലാത്തിനും തുല്യമാണത്. വിഷ്ണു സഹസ്രനാമവും ശിവസഹസ്രനാമവും ലളിതാ സഹസ്രനാമവും ഒക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒന്ന് തന്നെ ശ്രദ്ധയോടുകൂടി പാരായണം ചെയ്താൽ എല്ലാത്തിനും തുല്യമാണ്. എല്ലാം ചൊല്ലാം, ഇനി ശ്രദ്ധയോടുകൂടി ഒന്ന് ചൊല്ലിയാലും എല്ലാത്തിൻ്റെ ഫലവുമുണ്ട്. ഏതു തന്നെ ആയാലും കൊള്ളാം. ഗീതാശാസ്ത്രം ദിവസവും പാരായണം ചെയ്യൂ, അതുപോലെ സഹസ്രനാമങ്ങളെ പാരായണം ചെയ്യൂ. ഇതാണ് ആദ്യ കർത്തവ്യം ഉപദേശിക്കുന്നത്. ഗേയം ഗീതാനാമസഹസ്രം, ഗീതയും സഹസ്രനാമവും നിന്നാൽ ഗേയം, പാടപ്പെടേണ്ടതാകുന്നു. ഇത് ദിവസവും ചെയ്താലും. അങ്ങനെ വാക്കുകൊണ്ട് ഉള്ളതായ കീർത്തനങ്ങളെ ചെയ്തുകൊണ്ട് വാക്കിനും തദ്വാരാ മനസ്സിനും വിശുദ്ധിയെ നൽകിയാലും, അന്ധകരണ ശുദ്ധിക്കായിക്കൊണ്ട് പരിശ്രമിച്ചാലും പിന്നെന്തൊക്കെ ചെയ്യണം നമുക്ക് ക്രമമായി അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. ഇനി സനാതനധർമ്മം. ദുർവാസാവിനെ നിഗ്രഹിക്കാൻ ഒരുങ്ങിയ സുദർശന ചക്രം ശാന്തമായി. ദുർവാസാവ് യോഗ്യനായ അംബരീഷ മഹാരാജാവിനെ സ്തുതിക്കാൻ തുടങ്ങി. ഏത് സമയത്തും മനസ്സിനെ നിയന്ത്രിക്കാൻ പ്രയത്നിക്കുന്നവരാണ് യഥാർത്ഥ ഭക്തർ. ശത്രുവിനെ പോലും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന അംബരീഷിനെ കുറിച്ചാണ് ഇന്ന് സനാതനധർമ്മത്തിൽ സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദ സംസാരിക്കുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. അംബരീഷൻ്റെ സ്തുതികളിൽ എന്തായാലും അവസാനം പറഞ്ഞ സ്തുതികൾ കേട്ട് സുദർശനചക്രം ശാന്തമായി തീർന്നു. അപ്പോഴാണ് ദുർവാസാവിൻ്റെ വാക്കുകളിലൂടെ 2 ശ്ലോകങ്ങൾ നമ്മളത് കേട്ടാൽ എത്ര മഹത്വപൂർണമായിട്ടാണ് ഭക്തന്മാരെ വർണ്ണിച്ചിരിക്കുന്ന ദുർവാസാവ് എന്നുള്ളതും മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അംബരീഷൻ്റെ സ്തുതിയിലൂടെ ശാന്തമായി തീർന്ന സുദർശന അപ്രത്യക്ഷമാകുകയും ദുർവാസാവ് അത് കണ്ടിട്ട് വളരെയധികം സന്തോഷത്തോടു കൂടി അംബരീഷനെ സ്തുതിക്കുന്നതുമാണ് അടുത്ത 2 പദ്യങ്ങൾ. പക്ഷേ അത് അംബരീഷനെ മാത്രമല്ല, ആരെയാണ് ഏറ്റവും കൂടുതൽ സ്തുതിക്കേണ്ടത്, നല്ല വാക്കുകൾ പറയേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ യോഗ്യതയുള്ള ഭക്തന്മാരെ ആണെന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുന്നതാണ് ഭാഗവതം. അത് പറയുന്നു, അഹോ അനന്തദാസാനാം മഹത്വം ദൃഷ്ടമദ്യമേ കൃതാകസോഭി യദ്രാജൻ മംഗളാനി സമീഹസേ. ഇവിടെ പറയുകയാണ്, അല്ലയോ മഹാരാജാവേ, അല്ലയോ അംബരീഷ മഹാരാജാവേ. പിന്നെന്താ പറയുന്നത്? അനന്തദാസാനാം, ഭക്തന്മാരുടെ എല്ലാം ദാസനായിരിക്കുന്നവന്. അഹോ മഹത്വം, ആശ്ചര്യകരമായ മാഹാത്മ്യമാണ് അങ്ങയുടേത്. അങ്ങയുടെ മഹത്വത്തെക്കുറിച്ച് പറയുവാൻ എനിക്ക് സാധിക്കുകയില്ല. അത്രയധികം മഹത്വമുള്ളതാണ് അങ്ങയുടെ മാഹാത്മ്യം. അദ്യമേ നൃഷ്ടം, ഇപ്പം തന്നെ എനിക്കത് ബോധ്യപ്പെട്ട് കഴിഞ്ഞു. അങ്ങയുടെ മഹത്വം എത്രത്തോളം ഉണ്ടെന്ന് ഇപ്പം എനിക്ക് ബോധ്യപ്പെട്ടൊരു കാര്യമാണ്. ഇത് എങ്ങനെയെന്നാൽ ഹൃദാഗസഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപരാധിയായിരുന്നെങ്കിൽ കൂടിയും എന്നിലെ
വന്നു ചേർന്നിരിക്കുന്നതായിരിക്കുന്ന ഈ മംഗളാനി മംഗളങ്ങളെ സമീഹസേ അങ്ങ് ഇച്ഛിക്കുന്നു. അങ്ങയുടെ മഹത്വത്തെക്കുറിച്ചാണ്, ഭക്തൻ്റെ മഹത്വത്തെക്കുറിച്ചാണ് ഇവിടെ ദുർവാസാവ് പറഞ്ഞിരിക്കുന്നത്. ശ്രീനാരായണൻ്റെ ഭക്തനായിരിക്കുന്ന, വിഷ്ണു ഭഗവാന്റെ ഭക്തനായിരിക്കുന്ന അങ്ങയുടെ ആശ്ചര്യകരമായിരിക്കുന്ന മാഹാത്മ്യത്തെ ഞാനിപ്പോൾ നേരിട്ട് അനുഭവിച്ചു കഴിഞ്ഞു. ഇതാണ് ഒരു ഭക്തൻ്റെ മഹത്വത്തെ ഭഗവാൻ എത്രത്തോളം അദ്ദേഹത്തിൽ പൂർണ്ണമായിട്ട് നിലകൊള്ളിച്ചിരിക്കുന്നു എന്നുള്ളത് മറ്റൊരാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ളതിൻ്റെ ഒരു ഉപമയാണ് ഇവിടെ ഈ പറയുന്നത്. ആശ്ചര്യകരമായിരിക്കുന്നു ഭഗവാന്റെ ഭക്തി. ഭഗവാനോടുള്ള ഭക്തി കൊണ്ട് അങ്ങയുടെ മാഹാത്മ്യം വളരെയധികം വർദ്ധിച്ചിരിക്കുകയാണ്. കാര്യം ഭക്തി എന്ന് പറയുമ്പം നമ്മൾ സാമാന്യമായിട്ട് കേൾക്കുന്ന വാക്കുകളാണ് ഇവിടെ ഉപയോഗിക്കുന്നതെന്ന് വിചാരിച്ച് കളയരുത്. നമുക്കെല്ലാവർക്കും അറിയാം, അമ്പലത്തിൽ പോവുക, തൊഴുക, പ്രാർത്ഥിക്കുക, പോരുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഭക്തി. പക്ഷേ ഇവിടെ പറയുന്ന ഭക്തി അങ്ങനെയല്ല. ഏത് സമയവും മനസ്സിനെ നിയന്ത്രിക്കാൻ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നവനാണ് ഭക്തൻ. ഒരു കാലത്തും മനസ്സിനെ ജയിച്ചു എന്നുള്ള അഭിമാനബോധം ഇല്ലാത്തവനെന്നും കൂടെ അർത്ഥമെടുത്തോണം. എല്ലാ കാലത്തും നിരന്തരമായിട്ട് പരിശ്രമിച്ചെങ്കിൽ മാത്രമേ മനോജയം കൈവരിക്കുവാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ള മഹത്വപൂർണമായ മാഹാത്മ്യത്തോടു കൂടിയ വ്യക്തിയാണ് അംബരീഷനെന്ന് ആര് പറഞ്ഞു കഴിഞ്ഞു? ദുർവാസാവ് മഹർഷി. നേരത്തെ നിന്നെ ഞാൻ എന്ത് ചെയ്യും, എങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് അംബരീഷൻ്റെ അരികിൽ വന്ന ദുർവാസാവ് ഇപ്പം എന്താ? അംബരീഷൻ്റെ മഹത്വത്തെ, മാഹാത്മ്യത്തെയാണ് വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് എന്തുകൊണ്ടുണ്ടായി? ഈശ്വര ഭജനം കൊണ്ട്, ഈശ്വര ആരാധന കൊണ്ട്, നിർമ്മലമായ മനസ്സുകൊണ്ട് ഉണ്ടാക്കിയെടുത്തതാണ് ഈ മാഹാത്മ്യം. അപ്പം ഇത് കണ്ടിട്ട് എന്താ പറയുന്നത്? അങ്ങയ്ക്ക് വിരോധം പ്രവർത്തിച്ച എനിക്കുള്ള ദുഃഖം തീർന്ന് സുഖമുണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങയ്ക്ക് വിരോധമുണ്ടായിരുന്നു, അങ്ങയോട് വിരോധം ചെയ്തു ഞാൻ. അങ്ങനെ വിരോധമുള്ള എനിക്ക് ദുഃഖങ്ങൾ തീർന്ന് സുഖമുണ്ടാകണമെന്നാണ് അങ്ങ് വിഷ്ണു ഭഗവാനോട് പ്രാർത്ഥിച്ചത്. വളരെ ശ്രദ്ധിച്ചു കേട്ടോണം. അങ്ങയെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച് കർമ്മം ചെയ്ത എനിക്ക് പോലും ദുഃഖം തീർന്ന് സുഖമുണ്ടാകണേ എന്ന് പ്രാർത്ഥിച്ചു അങ്ങ് വിഷ്ണു ഭഗവാനോട്. ഇതാണ് ഭാരതീയ ദർശനങ്ങളുടെ മഹത്വം. മനസ്സിലാകുന്നുണ്ടോ? ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് നമ്മൾ പറയുമ്പോൾ ഭാരതീയ ദർശനങ്ങളിൽ ആർക്കും ആരോടും യാതൊരു വിയോജിപ്പുമില്ല. എല്ലാവരെയും ഉൾക്കൊള്ളാൻ ഇതിന് കഴിയുന്നത് ഇതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ്? ദുർവാസാവെന്ന് പറഞ്ഞ കോപമൂർത്തി തൻ്റെ അരികിൽ വന്ന് എന്തൊക്കെ പ്രക്രിയ കാണിച്ചിട്ട് പോലും അദ്ദേഹത്തിൻ്റെ ദുഃഖം തീർത്ത് അദ്ദേഹത്തിന് സുഖം നൽകണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചവരാണ് ഹൈന്ദവർ. അത് ഏറ്റവും വലിയ ഒരു ചരിത്രം തന്നെയാണ്. നമ്മൾ തന്നെ ആലോചിച്ച് നോക്കുക. മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ കണ്ടിട്ട്, അവർ നമുക്കെതിരെ പ്രവർത്തിച്ചതിലൂടെ നമുക്കുണ്ടായ ദുഃഖങ്ങൾ കണ്ടിട്ടോ അനുഭവിച്ചത് കൊണ്ടോ നമ്മൾ അവരോട് വേറെയൊന്നുമല്ല പറയുന്നത്. പിന്നെ മറിച്ച് എന്താ പറയുന്നത്? അവരും നന്നായി വരട്ടെ എന്നാണ് പറയുന്നത്. ശ്രീനാരായണ ഭക്തന്മാർ, വിഷ്ണു ഭക്തന്മാർ എന്താണ്? ആരെയും ശത്രുക്കളായിട്ട് കരുതാറില്ല. ഭാരതത്തിലെ ഹിന്ദുമതത്തിലെ വിശ്വസിക്കുന്ന ഓരോ ജനങ്ങളും ഈശ്വരഭക്തന്മാരാണെങ്കിൽ ആരെയും ശത്രുവായിട്ട് കാണുകയില്ല. അവർക്കുള്ളത് എപ്പോഴെന്തായിരിക്കും? അങ്ങനെയുള്ളവർക്കുള്ളതെല്ലാം ഉത്കൃഷ്ട മാഹാത്മ്യം മാത്രമായിരിക്കും. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഹിന്ദുമതം എന്ന് പറഞ്ഞാൽ പലരും പല അഭിപ്രായങ്ങൾ പറയുമ്പോൾ ഈ വക ശ്ലോകങ്ങളിലെ അന്തരാർത്ഥത്തെ അവരൊന്ന് ഗ്രഹിച്ചിരുന്നെങ്കിലെന്ന് നമ്മൾ ചിലപ്പോൾ ആലോചിച്ചു പോകുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മളെ പഠിപ്പിച്ചു വച്ചിരിക്കുന്നത്. നിൻ്റെ മുമ്പിൽ വന്ന് ദുഷ്ടത്തരം ചെയ്യുന്നവനെ പോലും സുഖമുണ്ടാകണേ ദൈവമേ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച മതം, അതാണ് സനാതന മതം. അത് ആ സനാതന മതത്തെ പോലും കീറി മുറിച്ചുകൊണ്ട് അതങ്ങനെയാണ് ഇതിങ്ങനെയാണെന്ന് ചിലരുടെ കുബുദ്ധി പ്രയോഗങ്ങൾ നടത്തുമ്പോൾ ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കുന്ന നമുക്ക് നമ്മുടെയൊക്കെ മനസ്സുകളാണ് അവിടെ നീറുന്നത്. കാര്യം എന്താ? ഇതൊക്കെ പഠിപ്പിച്ചു വെച്ചതുകൊണ്ട് തന്നെയാണ് ഈ ദുഷ്ടന്മാരുടെ പ്രവൃത്തികൾ കണ്ട് നമുക്ക് അവരോട് സഹതാപം മാത്രമേ ഉള്ളൂ. ഏതെങ്കിലും ഒരു കാലത്ത് അവർ നന്നാകുമെന്നുള്ളൊരു പ്രതീക്ഷ മാത്രം. ഹിന്ദുമതം എന്നും മഹനീയമായിട്ട് ഉത്കൃഷ്ട മാഹാത്മ്യത്തോടു കൂടി ഇവിടെ പ്രശോഭിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. കാരണം എന്താ? ആ മതത്തിൽ സങ്കുചിതത്വമില്ല, ആ മതത്തിൽ സ്വാർത്ഥതയില്ല, പരന് നന്മ വരാൻ വേണ്ടി മാത്രം പഠിപ്പിച്ചിട്ടുള്ള മതമാണ്.
അതുകൊണ്ട് ഭാഗവതാദി ഗ്രന്ഥങ്ങൾ ഏറ്റവും ഉത്കൃഷ്ട മാഹാത്മ്യത്തെ വെളിപ്പെടുത്തുന്നതായതുകൊണ്ട് തന്നെ നമുക്കെല്ലാവർക്കും അത് ഏറ്റവും സ്വീകാര്യമായതാണ് എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളോട് ഏതു തരത്തിലുള്ള പ്രതികൂലതയും സൃഷ്ടിക്കുന്നവരും നന്നാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അതാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് ഭാഗവതവും. നമസ്കാരം. അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. सुमनसवन्दित सुन्दरी माधवी चन्द्रसहोदरी हेममयी मुनिगणमण्डिता मोक्षप्रदायिनी मञ्जुलभाषिणी वेदनुदे पङ्कजवासिनी देवसुपूजिता सगुणवर्षिणी शान्तियुते जय जय हे मधुसूदनकामिनी जय जय हे मधुसूदनकामिनी आदिलक्ष्मी सदा पालय माम्।